ചാരിറ്റിയും ഇച്ഛായനും അതിൻ്റെ കൂടെ നേർന്ന് നമ്മുടെ സായിയും നല്ല അവിയൽ വഴുവത്തിലാണ് ഉള്ളത്. മൊത്തത്തിൽ കുഴപ്പം. സായി പറയുന്ന ചില കാര്യങ്ങളിൽ വസ്തുതയുണ്ട്, ചില കാര്യങ്ങൾ അട്ടർ ഫ്ലോപ്പാണ്. എന്താണ് ഏതാണ് ആരുടെ ഭാഗത്താ ശരി തെറ്റ് എന്ന് മനസ്സിലാക്കാൻ ഒക്കുന്നില്ല. നമ്മൾ തെളിവുകളില്ല, നമുക്കൊന്നും സംസാരിക്കാൻ ഒക്കത്തില്ല. ഈ അച്ഛൻ്റെ ഇഷ്യൂ ഇട്ട സമയത്ത് തന്നെ എന്നെ ഒരു പെൺകുട്ടി സമീപിച്ചിരുന്നു. അവർ പറഞ്ഞ ഒരു കാര്യം, ഇയാൾക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് എന്നുള്ളതാണ്. തെളിവുണ്ടോയെന്ന് വെച്ചപ്പോൾ തെളിവില്ല. കാരണം അയാൾ തെളിവുകളൊന്നും ശേഷിപ്പിക്കാറില്ല, ഡിലീറ്റ് ചെയ്യുമെന്ന്. പെൺകുട്ടികൾ ഈ തെളിവുകളൊന്നും സൂക്ഷിച്ചു വെച്ചിട്ടുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? തെളിവുകളില്ല, നമുക്ക് ഒരാൾക്കെതിരെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ, ചാരിറ്റി എന്ന മാർഗത്തിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി അതിൽ കൂടെ ഹെൽപ്പ് ചോദിച്ചു വരുന്നവരെ സെക്ഷൽ അബ്യൂസിന് ഉപയോഗിക്കുന്നു എന്നൊരു നരേഷനാണ് അവർ പറയുന്നത്. തെളിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനെതിരെ സംസാരിക്കുമെന്നുള്ളതിൽ തർക്കം വേണ്ട. പക്ഷേ തെളിവില്ലാത്തടത്ത് അങ്ങനെ ഒരു വിഷയത്തിനെ എടുത്തു പറയാൻ എനിക്ക് താല്പര്യമില്ല. രണ്ടാമത്തെ കാര്യം, ചാരിറ്റി എന്ന ഒരു സംഗതി നടത്തുന്ന മിസ്റ്റർ ഇച്ചായൻ അയാളുടെ കയ്യിൽ നിന്നുള്ള പണമാണ് ചിലവാക്കുന്നത്. അങ്ങനെ കയ്യിൽ നിന്നെടുത്ത് പണം ചെലവാക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെയാണ് കുറ്റപ്പെടുത്തുക? അപ്പോൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നുണ്ടോ ഇല്ലയോ അതിൻ്റെയും തെളിവില്ല. ബിനാമിയാണെന്ന് പറയുന്നുണ്ട്. ബിനാമി ആയിക്കോട്ടെ. ബിനാമി എന്ന് പറയുന്നത് എന്താണ്? ഒരാൾ നേരിട്ട് ഇടപെടാൻ പറ്റാത്തത് കൊണ്ട് മറ്റൊരാളുടെ പേർക്ക് വാങ്ങിക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെയാണ്. അതൊക്കെ അയാൾ ഫേസ് ചെയ്യേണ്ട പ്രോബ്ലംസ് ആണ്. അങ്ങനെ ഒരു ഇഷ്യൂ ഇതുവരെയും വന്നിട്ടില്ല. ആരുടെയെങ്കിലും ബിനാമിയായിട്ട് വർക്ക് ചെയ്തു അതുകൊണ്ട് അയാൾ എന്തെങ്കിലും ചതിവോ വഞ്ചനയോ കാണിച്ചായിട്ട് തെളിവുകളില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഒത്തിരി പേർക്ക് ഇയാൾ സപ്പോർട്ടീവായി ചെയ്തിട്ടുണ്ട്, ഒത്തിരി വീടുകൾ വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതിന് തെളിവുകളില്ലെന്ന് പറയുന്നു. അയാൾ വായ്ത്താളം പറയട്ടെ. ഇപ്പം സായി ഇരുന്നുകൊണ്ട് പറഞ്ഞല്ലോ, 25 ലക്ഷം രൂപ എനിക്ക് മാസ വരുമാനം ഉണ്ടെന്ന് പറഞ്ഞു, മാസം 8 ലക്ഷം രൂപ റവന്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ശരിയാണ്, ആരും തെളിവൊന്നും ചോദിച്ചുകൊണ്ട് പോകുന്നില്ലല്ലോ. അപ്പം നമുക്ക് വായിക്ക് വന്നത് കോതയ്ക്ക് പാട്ട്, അത്രേ ഉള്ളൂ. ഇത്രയും രൂപ വരുമാനമുള്ള സായി ആർക്കെങ്കിലും 10 രൂപ കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിയുമോ? അപ്പോൾ അതൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, പറയുമ്പോൾ എല്ലാം കൂടെ പറയണമല്ലോ. മുൻപ് ഞങ്ങളുടെ ഗ്രൂപ്പിലൊരു വിഷയം വന്നിരുന്നു. ഒരു കുട്ടിയുടെ തലയ്ക്ക് എന്തോ ഒരു ക്യാൻസറോ അങ്ങനെ എന്തോ ഒരു പ്രോബ്ലം വന്നപ്പോൾ അതിൻ്റെ ഓപ്പറേഷനോടനുബന്ധിച്ചിട്ട് യുക്തിവാദികൾ ചേർന്നൊരു ഇത് നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരെണ്ണം ഞാൻ ഫോർവേഡ് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഷായി അതിന് പൈസ കൊടുത്തു എന്ന് പറഞ്ഞു. കൊടുത്തതിന് തെളിവൊന്നും എന്നെ കാണിച്ചില്ല. ഞാൻ ചോദിക്കാനും പോയില്ല. നിന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാട്സപ്പിൽ അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വിഷയം അത് കുറച്ച് ഭീകരവും വൈരാഗ്യപൂർവമായ ഒരു സാധനമാണ്. കേൾക്കാം. മറ്റുള്ളവരെ കാണിക്കാൻ ഒക്കത്തില്ല. എനിക്ക് ഇന്നടുത്ത അസുഖം ഒന്നും കാണിക്കാൻ ഒക്കത്തില്ല. ഈ പറയുന്നവൻ ഞങ്ങൾ എവിടെ താമസിക്കുന്നതെന്ന് പോലും അവൻ അറിയത്തില്ല. ഇപ്പൊ ഈ വീഡിയോ കണ്ടവരെല്ലാം ഞങ്ങൾ കള്ളം പറഞ്ഞാന്നല്ലേ പറയത്തുള്ളൂ. ഇവരോട് ഞങ്ങൾ എന്ത് ദ്രോഹമാണ് ചെയ്തത്? എന്ത് ദ്രോഹം ചെയ്തിട്ട് ഇവരിങ്ങനെ കാണിക്കുന്നത്? എന്നൊക്കെ ഈ അച്ചായനെ ഉള്ളായിരുന്നു ഞങ്ങൾക്ക് വരാനും അത്രയും സഹായങ്ങൾ ചെയ്യാനും. ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് സ്വർഗം കിട്ടിയ പോലെ. ക്യാൻസർ ബാധിതയായ സ്ത്രീയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചുവെന്ന് കാട്ടി യൂട്യൂബർക്കെതിരെ പരാതി. പത്തനംതിട്ട തിരുവല്ല കവിയൂർ സ്വദേശിനിയായ ശാന്തി എന്ന വീട്ടമ്മയാണ് സീക്രട്ട് ഏജന്റ് എന്ന യൂട്യൂബർക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. ശാന്തി ഏതാണ്ട് 3 വർഷക്കാലത്തോളമായി ക്യാൻസർ ബാധിതയാണ്. എന്നാൽ ഇവർക്ക് ക്യാൻസർ ഇല്ല, ഇവർ നുണപ്രചാരണം നടത്തുകയാണ് എന്ന ഈ യൂട്യൂബർ അയാളുടെ വീഡിയോയിലൂടെ പറഞ്ഞു എന്നുള്ളതാണ് ആക്ഷേപം. ഇത് തനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി, മാനസികമായി തളർത്തി കളഞ്ഞു എന്നുള്ളതാണ് ഈ പരാതിക്കാരി പറയുന്നത്. ഈ സാഹചര്യത്തിൽ യൂട്യൂബർക്കെതിരെ നിയമപരമായി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും അടക്കം പരാതി നൽകിയിരിക്കുകയാണ് ഈ വീട്ടമ്മ. ഞാനും എൻ്റെ ഭർത്താവും 3 കുഞ്ഞുങ്ങളും അടങ്ങുന്നതായിരുന്നു എൻ്റെ കുടുംബം. പക്ഷേ എൻ്റെ ഭർത്താവിന് സുഖമില്ലായിരുന്നു. അദ്ദേഹത്തിന് ക്യാൻസറിൻ്റെ അസുഖം തന്നെ ആയിരുന്നു. പക്ഷേ അതെനിക്ക് അറിയാൻ വൈകിയത് എൻ്റെ ഇളയ മോനെ 2 വയസ്സിൽ തുടങ്ങിയതായിരുന്നു. അവനെയും കൊണ്ട് ESAയിലും ഒക്കെ ഞങ്ങൾ ഓടി ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്നത്. ഹസ്ബൻഡിനും അതാന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പുള്ളി ഞങ്ങളോട് പറഞ്ഞില്ല. ഞാൻ തന്നെ മരിക്കുന്നതിന് മുന്നെയാണ്, ഒരു ദിവസം മുന്നേ അറിയുന്നത് ഈ അസുഖമാണെന്നുള്ള. അപ്പോഴത്തേക്കും വൈകിപ്പോയി. അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ കാലും കൈയും പിടിച്ചെങ്കിലും ഞാൻ രക്ഷപ്പെടുത്തിയതിന്. എൻ്റെ കുഞ്ഞിന് ഇത് ഈ അസുഖമാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ചേട്ടൻ ഞങ്ങളോട് അത് പറയാതിരുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിഷമിക്കുമല്ലോ, വേറെ മാർഗ്ഗമൊന്നുമില്ലല്ലോ. ഞാൻ മഹാലക്ഷ്മിയിലായിരുന്നു എനിക്ക് ജോലി. മഹാലക്ഷ്മിയിലെ വിനോദ് സാറാണ് എൻ്റെ കുഞ്ഞിന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടുന്ന പൈസ എല്ലാം അന്ന് തന്നത്. ഒരു ദിവസം പോലും എനിക്ക് കടയിൽ സ്വസ്ഥമായിട്ട് നിൽക്കാനൊക്കത്തില്ലായിരുന്നു. കുഞ്ഞിന് വയ്യെന്നും പറഞ്ഞ് ഞാൻ ഓടി വരുന്നതായിരുന്നു. സാറാ എനിക്ക് ആശുപത്രിയിൽ തന്നെ പൈസ കൊടുത്തു വിട്ടിട്ട് കുഞ്ഞിന് ട്രീറ്റ്മെൻറ്റ് നടത്തിയത്. അങ്ങനെ 7 വർഷം മുന്നേ ചേട്ടൻ മരിച്ചത്. ചേട്ടൻ മരിച്ചതിന് ശേഷമാണ് എനിക്ക് വയ്യാതെ വന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് എനിക്കും ക്യാൻസറിൻ്റെ ആണെന്ന് അറിയുന്നത്. അതാദ്യം എനിക്ക് മലദ്വാരത്തിനകത്തായിരുന്നു വന്നത്. നമുക്ക് മറ്റുള്ളവരെ കാണിക്കാൻ ഒക്കത്തില്ല. എനിക്ക് ഇന്നടുത്ത അസുഖം ഒന്നും കാണിക്കാൻ ഒക്കത്തില്ല. അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ നിവർത്തിയില്ലാതെ വന്നപ്പോൾ പത്രത്തിൽ ഞങ്ങൾ കൊടുത്തു. പത്രത്തിൽ കൊടുത്തിട്ട് ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. ഓരോരുത്തർ വന്ന് ഞങ്ങളുടെ കടങ്ങൾ വീട്ടിൽ തന്ന് ഞങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടത് അതെല്ലാം ചെയ്തു തന്നായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഈ
മരുന്നിനുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വാടകയും കൊടുത്ത് ചിലവും ചെയ്യാനുള്ള കഴിവില്ല. കുഞ്ഞുങ്ങൾ അതുങ്ങൾക്ക് ജോലിക്ക് പോകാനൊന്നും പറ്റുന്നില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരുപാട് ആൾക്കാർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പം തീരെ നിവർത്തിയില്ലാതെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച് മഴ പെയ്ത് മുഴുവൻ ചോർന്നൊലിച്ച് നിവർത്തിയില്ലാതെ വന്നപ്പോഴാണ് ഞാൻ ഈ ചാരിറ്റി ചെയ്യുന്ന അച്ചായൻസ് ഗോൾഡിൻ്റെ ഇത് ഞാൻ മൊബൈലിനകത്ത് കണ്ടത്. ഞാൻ അങ്ങനെയാണ് അച്ചായനെ ഞാൻ ഒത്തിരി പ്രാവശ്യം വിളിച്ച്. അത് കഴിഞ്ഞപ്പോഴാണ് അച്ചായൻ ഞങ്ങളെ വിളിക്കുന്നത്, വീട്ടിൽ വരുന്നത്. അച്ചായൻ വീട്ടിൽ വരുന്ന ദിവസം ഞാൻ പൊതിച്ചോറും കൊണ്ട് പോകുന്നുണ്ട്. എനിക്ക് വയ്യെങ്കിലും ഒരു നേരത്തെ മരുന്നിനും ഒരു ആഹാരം കഴിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് പൊതിച്ചോറ് വയ്ക്കുമായിരുന്നു. അന്ന് അച്ചായൻ വന്ന് കണ്ടു. ഞങ്ങൾക്ക് വേണമെന്ന് സഹായം, എനിക്ക് ഓപ്പറേഷനുള്ള പൈസയും അന്നേരത്തെ ഞങ്ങൾക്ക് ചിലവിൻ്റെ കാര്യങ്ങളെല്ലാം ആ മനുഷ്യൻ ചെയ്തു. അന്ന് ഞാൻ അച്ചായനോട് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് 2 ഓപ്പറേഷനുണ്ട്, അതിൻ്റെ ഒരു ഓപ്പറേഷൻ അച്ചായൻ പൈസ തന്നതിന് ശേഷമാണ് ഇപ്പോഴും ചുറ്റിനും കടവുണ്ട്. കടവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഒരിടത്തുനിന്ന് മേടിക്കും, അത് പിന്നെ അങ്ങോട്ട് കാര്യം തിരിച്ചു കൊടുക്കാൻ എനിക്ക് വരുമാനമില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. താങ്കൾക്ക് അസുഖമില്ല, ഇതൊക്കെ നുണപ്രചാരണമാണ് എന്നുള്ളതാണ് ആ വീഡിയോയിൽ പറയുന്നത് എന്നുള്ളതാണ് താങ്കളുടെ പരാതി. എന്താണെങ്കിലും നമുക്ക് ആ വീഡിയോ, ആ യൂട്യൂബറുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഒരു ചേച്ചി റോഡ് സൈഡിൽ നിന്ന് ബിരിയാണിയോ ചോറോ എന്തോ വിൽക്കുന്ന ഒരു ചേച്ചിയാണ്. ഈ ചേച്ചിയുടെ അടുത്ത് പോകുന്നു. ഓക്കെ, വീട്ടിലെ ഊണ് വിൽക്കുന്ന ഒരു ചേച്ചിയുടെ അടുത്ത് പോകുന്നു. ആ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇടുന്നു. 18 ജൂലൈ 2025 ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഇന്നലൊരു വ്യക്തി ഈ വീഡിയോ അയച്ചെന്നിട്ട് പറയുന്നു, ഈ ചേച്ചി എനിക്കറിയാം, ഇവർ പറയുന്നത് എല്ലാം കള്ളമാണ്, ഇവർക്ക് ക്യാൻസർ എന്ന ഒരു അസുഖം ഇല്ല. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കള്ളത്തരമാണ്. കാരണം അവരതിനകത്ത് 1-2 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, അവരുടെ ഹസ്ബൻഡ് ക്യാൻസർ മൂലം 9 മാസത്തോളം കിടന്നാണ് മരിച്ചെന്ന് പറയുന്നു. ഹസ്ബൻഡിന് ക്യാൻസറൊന്നും ഇല്ലായിരുന്നു. അവർ ജസ്റ്റ് രാവിലെ നിന്ന് ശ്വാസം മുട്ടലങ്ങാണ്ട് വന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അറ്റാക്ക് വന്നങ്ങാണ്ട് മരിക്കുകയായിരുന്നു. രാവിലെ കൊണ്ട് ഉച്ചയ്ക്ക് മുന്നേ മരിച്ചു. ആ ഒരു ഗ്യാപ്പുള്ളൂ, അല്ലാതെ ക്യാൻസർ വന്ന് കിടന്നിട്ടൊന്നുമില്ല. ആ പറഞ്ഞിരിക്കുന്ന മൊത്തം കള്ളത്തരമാണ്. അത് അച്ചായൻ പറഞ്ഞ് ജയിപ്പിക്കുന്നതായിരിക്കും, അച്ചായൻ്റെ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ അച്ചായൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി റീച്ച് കിട്ടാൻ വേണ്ടി പറഞ്ഞ് ജയിപ്പിക്കുന്നതായിരിക്കാം. ആൻഡ് അച്ചായൻ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല ആ വീട്ടിലെ അവസ്ഥ. അപ്പൊ ഇത് തെളിവ് ഉൾപ്പെടെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി സായിയുടെ ഭാഗം കേൾക്കാം. സായി എങ്ങനെയാണ് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പോണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ കൃത്യമായ എവിഡൻസ് ഇല്ലാതെ, കൃത്യമായ ഒരു ഇതില്ലാതെ നമ്മളൊരു വിഷയത്തിൽ എടുത്ത് ചാടരുത്. സായിക്ക് ഇത് നല്ലതിനല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് അച്ചായൻ്റെ കൂടെ സപ്പോർട്ട് പറയണമെന്ന് പറഞ്ഞാൽ, ആ പെൺകുട്ടി പറഞ്ഞൊരു വിഷയം അവിടെ കിടക്കുന്നുണ്ടേ, ചെറിയൊരു കല്ലുകടിയുണ്ട്, അതൊരു സീരിയസ് ടോപ്പിക്ക് തന്നെയാണ്. ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞത് ഇത്രയാണ്, തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരിക, നമുക്ക് സംസാരിക്കാം. അല്ലാതെ തെളിവില്ലാതെ ഒരു വ്യക്തി അധിക്ഷേപത്തിന് ഞാൻ തയ്യാറല്ല. എവിഡൻസ് വേണം, എവിഡൻസ് ഇൻഡീഡ്. അല്ല നമ്മുടെ ഭാഗത്ത് നമ്മുടെ കയ്യിൽ ഇത്രയധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഇത്രയധികം വ്യൂവേഴ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചാടി വീഴുന്നത് തെറ്റായ മാർഗ്ഗമാണ്. ഇത്തിരി വ്യൂ കുറഞ്ഞാലും കുഴപ്പമില്ല, ഇച്ചിരി പൈസ കുറഞ്ഞാലും കുഴപ്പമില്ല, നീതിക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ബേസിക്കലി അയാളുടെ ഒരു കാട്ടിക്കൂട്ടലുകളും ഒരു പ്രകടനമൊന്നും എനിക്കിഷ്ടമില്ല. അത് തുറന്നു തന്നെ പറയാം. അച്ചായൻ്റെ ഒരു കാട്ടിക്കൂട്ടലുകളോടും എനിക്ക് പൊരുത്തമില്ല, താല്പര്യവുമില്ല. പക്ഷേ അയാൾ ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാണെങ്കിൽ അതിനെ അംഗീകരിക്കാനുള്ള മനസ്സും എനിക്കുണ്ട്. ഈ പറഞ്ഞ വ്യക്തി, ഈ പെൺകുട്ടി പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ സായി വളരെ വലിയ മിസ്റ്റേക്കാണ് ചെയ്തിട്ടുള്ളത്. സായി ഷുഡ് സേ സോറി ടു ഹെർ. അത് മാത്രമല്ല, അപ്പോളജി ചെയ്യണം. കാരണം അയാൾ അനുഭവിച്ച മാനസിക വ്യതയൊന്നും ആലോചിക്കണം. നമ്മൾ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കേട്ടുകൊണ്ട് ഒരുപാട് പേര് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി മറ്റൊരു വീഡിയോ വന്നിട്ടുണ്ട്, അതിൻ്റെ കുറച്ച് ഭാഗം വെക്കാം. കൂടുതൽ വെക്കാൻ താല്പര്യമില്ല, എന്നാലും കുറച്ച് കേൾക്കാം. നാട്ടിൽ മൊത്തം ടോണിച്ചായൻ്റെ കുറേ വിശേഷങ്ങളാണ്. ഞാൻ പണ്ടേ ഇവളോട് ഞാൻ പറഞ്ഞായിരുന്നു ഞാനൊരു വീഡിയോ എടുത്ത് ചെയ്യാമെന്നുള്ള കാര്യം. എന്നോട് പറഞ്ഞാൽ വേണ്ട, വിട്ടുകളാ. ഈവൻ ചാരിറ്റി ഒക്കെ ചെയ്യുന്നൊക്കെ എന്തോ ആയിക്കോട്ടെ. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു ഇപ്പം എന്നും കുടുങ്ങുമെന്നുള്ളത്. വേറെ വേറെ ആരും അല്ല. ഇപ്പം ഇവള് ആങ്കറാണ്, MC ആണ്. അപ്പം പലപ്പോഴും വർക്കിന് പോവും. അപ്പൊ നീ ടോണിച്ചാന്റെ ഇവിടുത്തെ വർക്കിന് പോയിട്ടുണ്ടല്ലോ? 4 പുള്ളി അവരുടെ ഇതിനകത്ത്. അപ്പം എപ്പോഴും നിനക്ക് മെസ്സേജ് അയച്ച ആള് 3ാമത്തെ ഇവന്റ് കഴിഞ്ഞു എന്തോ അയച്ചേ? തൊലി അങ്ങ് ഉരിഞ്ഞ് നമ്മളത് എന്തോ നമ്മളെ തൊലി ഉരിഞ്ഞു പോവും. അത് കണ്ടിട്ട് വേറെ നീ അവിടെ മറ്റേ പരിപാടി കഴിയുമ്പോ എന്തോ അച്ഛന്റെ ഫോണോ എന്തോ ടിവിയോ, കുടുംബസംഗമത്തിന് കുറെ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ വേണം, എടുത്തോ കറി വെച്ചോ. ഞാൻ അല്ലെങ്കിൽ അങ്ങയുടെ കോഴിത്തര സഹിക്കാൻ വയ്യ. ഇനിയിപ്പോ ടിവി ഒക്കെ എടുത്ത് വെച്ചിട്ട് എന്റെ അടുത്ത് മറ്റേ ക്യാമറ ടീമിലുള്ള പയ്യന്മാരുണ്ടായിരുന്നു. ഈ പുള്ളിക്കാരൻ പെടും എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് അവർ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. പെട്ടിരിക്കുന്നു എന്ന ആയിക്കോട്ടെ, ഒന്നിന്റെ കൂടെ ഒരു തള്ളു എന്ന രീതിയിലാണ് പുള്ളിക്കാരത്തി ഇത് തുറന്നു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സീരിയസ് ആയ ഒരു മാറ്റർ അവർ പറയുന്ന ഒരു മോഡ്, അത് പബ്ലിഷ് ചെയ്യുന്ന ഒരു വിധം ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് അവർക്കതൊരു ടൈം പാസ് അല്ലെങ്കിൽ ടൈം പീരീഡ് ആയിരിക്കും. ഇപ്പം നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് നേരെ നടക്കുന്ന ഒരു സെക്ഷൽ അബ്യൂസിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യാനാണെങ്കിലും നമ്മൾ എന്തുകൊണ്ട് പ്രതികരിക്കണം എന്നുള്ളത് അറിയാത്തത് കൊണ്ട് പറഞ്ഞു തരുന്നതാണ്. പലർക്കും അത് മനസ്സിലായിട്ടില്ല. നിനക്ക് ഇത്തിരി അങ്ങ് ക്ഷമിച്ചുകൂടെ, സഹിച്ചുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം ഇതാണ്: ഞാൻ ഇന്ന് ക്ഷമിക്കുമായിരിക്കാം. ഒരുപക്ഷെ ഞാൻ വീട്ടിൽ പോയി നല്ലതായിട്ടൊന്ന് കുളിച്ചു കഴിഞ്ഞാൽ എനിക്കിത് മനസ്സിൽ നിന്ന് തന്നെ പോകും.
ഒരു അടി പറ്റിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫ്രസ്ട്രേഷൻ അവിടെ തീരും. പക്ഷേ നമ്മൾ കേസ് അല്ലെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇത് ലാഭം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി നോട്ടിഫൈ ചെയ്യപ്പെടും. അതിൻ്റെ ഒപ്പം ഇനിയൊരു പെൺകുട്ടിക്ക് ഇയാളിൽ നിന്ന് അങ്ങനെ ഒരു വൃത്തികേട് അനുഭവം ഉണ്ടാവത്തില്ല. അങ്ങനെ ഒരു വൃത്തികെട്ട അനുഭവം വന്ന പെൺകുട്ടികൾ ഇത് താങ്ങാൻ കഴിയാതെ വല്ലാത്ത തരം ഡ്രോമയിൽ പോകും. മാത്രവുമല്ല ചില പെൺകുട്ടികൾ അത് മറ്റൊരു തരത്തിലെടുക്കും. അവർക്ക് പിന്നെ ജീവിക്കേണ്ടെന്ന് തന്നെ തോന്നിപ്പോകും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കുട്ടികളെ കൊണ്ട് എത്തിക്കാതിരിക്കാൻ നമ്മൾ ഇത്തരം കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു വശം. അപ്പോൾ ഇത് ഇത്രയും ദിവസമായി തെളിവൊന്നുമില്ല, ചുമ്മാ ഇരുന്നു കൊണ്ട് ഒരാളെ എല്ലാവരോടും അറിയുന്നു എന്നാൽ ഞാനും കൂടെ കയറി അടിക്കാം എന്നുള്ള ഒരു ഫോമാണ് ഇവർ ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. എന്താ വസ്തുതയെന്ന് അറിയത്തില്ല. പ്ലീസ് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ നമുക്കത് സംസാരിക്കാം. അതിനപ്പുറം ചുമ്മാ എൻ്റെ ടൈം എനക്കെടുത്താതിരിക്കുക. നിങ്ങൾ എന്ത് സാധനം കൊണ്ടിട്ടാലും എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയുന്നതാണ്, അയാളുടെ കയ്യിൽ നിന്നാണ്, പോക്കറ്റിൽ നിന്നാണ് ഈ ചാരിറ്റിയൊക്കെ ചെയ്യുന്നത്. ശരിയായിരിക്കാം, നിങ്ങളുടെ സംശയങ്ങളൊക്കെ ശരി തന്നെയാണ്. ഈ പെട്ടെന്ന് എവിടെ നിന്നാണ് ഇത്രയും വലിയ എമൗണ്ട് വരുന്നത്, ഇത്രയും വിറ്റുവരവ് അദ്ദേഹത്തിനുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അത് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനിപ്പം ആറ്റിങ്ങിലൊരു ഇത് ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് ഒരു ഇതുണ്ട്, സ്ഥാപനമുണ്ട്. അവിടെ അത്യാവശ്യം ഫുഡിന് പൈസ കൊടുക്കും. ഇപ്പോഴല്ല കേട്ടോ, മുൻപ് കൊടുക്കുമായിരുന്നു. ഇപ്പം ഞാൻ കുറേ നാളെ അത് മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഞാൻ കൊടുക്കുമായിരുന്നു. ഞാൻ അവിടെ ചോദിച്ചൊരു ചോദ്യമാണ്, അവരിത് തുറക്കുമ്പോൾ തന്നെ ഒരു കാരണവശാലും പേരൻസിൻ്റെ ഒരു എമൗണ്ട് കിട്ടുന്നൊരു എക്സ്പെക്റ്റേഷൻ അവർക്കില്ല. പക്ഷേ ഇങ്ങനെ ഒരു സ്ഥാപനം അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ പലയിടങ്ങളിൽ നിന്ന് പണം വരും. പണം വരിക എന്ന് പറഞ്ഞാൽ അത് അവർ സപ്പോർട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവർക്ക് അവരുടെ പേര് റിവീൽ ചെയ്യണമെന്ന് ആഗ്രഹമില്ല. ഇപ്പോൾ ബേസിക്കലി ഞാൻ കൊടുക്കുമ്പോഴേ എനിക്ക് എൻ്റെ പേര് പറയണമെന്നില്ല, ഇത് ഇന്ന ആൾ കിട്ടിയതാണെന്ന് പറയുന്നത്. ഇവിടെ വേറൊരു എത്തീംഖാനയുണ്ട്, 150ഓളം കുട്ടികളുണ്ട് അവിടെ നമ്മൾ ഫുഡ് കൊണ്ട് കൊടുത്താൽ നമ്മുടെ പേര് പറഞ്ഞവർ പ്രാർത്ഥിക്കും എല്ലാ വ്യാഴാഴ്ചയും. 150 കുഞ്ഞുങ്ങളോട് ഒന്നിച്ചിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു ഇതാണ്. പക്ഷേ എനിക്ക് അതിനോട് വിയോജിപ്പാണ്. കാരണം അവർ പ്രാർത്ഥിക്കേണ്ടത് അവർക്ക് വേണ്ടിയിട്ടാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല. നന്ദി സൂചകമായിട്ടൊരു ദുആ കൊടുത്താൽ അത് ഓക്കെ. അതിനപ്പുറം ഒരു ഫുൾ ഡേ ആ കുട്ടികളെ കൊണ്ട് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പം മിക്കവാറും ആൾക്കാർ ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് വലിയ ചാക്കരി കൊണ്ട് കൊടുക്കുക, പിന്നെ എന്താണെന്ന് വെച്ചാൽ കറി ആട്ടിറച്ചിയോ അതൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ അങ്ങനെയൊക്കെ അവർ സപ്ലൈ ചെയ്യും. അത് ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് പടച്ചവൻ ഉൾക്കൊള്ളുക. മറ്റുള്ള ഒരാൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. കൂലി പ്രാർത്ഥനകൾ പടച്ചവൻ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ നന്ദി സൂചകമായ ഒരു ദുആ അത് നമുക്ക് ഓക്കെയാണ്. അതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്ക് അതിനോടൊരു ബുദ്ധിമുട്ടാണ്, കുട്ടികളെ കൊണ്ട് പറഞ്ഞു പഠിപ്പിക്കുന്നത് പോലെ ഒരു ബുദ്ധിമുട്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നമ്മളൊരു സ്ഥാപനം അല്ലെങ്കിൽ നമ്മളൊരു സംഗതിയിലേക്ക് എടുത്തിറങ്ങുമ്പോൾ അതിന് ചുറ്റും നിൽക്കുന്നവരൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യും. എല്ലാവർക്കും അവരവരുടെ പേര് റിവീൽ ആകണമെന്ന് ആഗ്രഹമില്ല. ഈ ഇച്ചായൻ ചെയ്യുന്ന ഒരേ ഒരു കാര്യത്തിൽ എനിക്ക് ബുദ്ധിമുട്ടുള്ളൂ, കുട്ടികളെയും പെണ്ണുങ്ങളെയൊക്കെ നിർത്തിയിട്ട് അവർക്ക് ഈ പൈസ കൊടുക്കുന്നത് ഒരു ഗമ പോലെ പുള്ളി പറയുന്നത്. അത് ശരിയാണ്, ആ മുഖം ബ്ലർ ചെയ്യാൻ അയാൾ ശ്രദ്ധിക്കണം. കാരണം നമ്മളുടെ ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയിലായിരിക്കും നമ്മൾ ഒരാളടുത്ത് കൈ നീട്ടുക. അപ്പോൾ അതൊരു സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിൻ്റെ കൂടെ നമ്മളെ വീണ്ടും ചവിട്ടി മെതിക്കുന്നതാണ് ഒരാൾ വന്ന് ഞാൻ ഇത്ര രൂപ തന്നു എന്ന്. അത് ഭയങ്കര ബോറിംഗ് ആണ്. അപ്പോൾ അത് ഒന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. റെസ്റ്റ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കാം. പിന്നെ സ്ത്രീ വിഷയം, അത് ഞാൻ ഇപ്പോഴും പറയുന്നു. ഇച്ചായൻ ഫാൻസ് ആയിരുന്നാലും ശരി, ഇച്ചായനായിരുന്നാലും ശരി, സ്ത്രീ വിഷയത്തിൽ എൻ്റെ കയ്യിൽ എവിഡൻസ് കിട്ടിയാൽ അപ്പം നമുക്ക് ബാക്കി അപ്പോഴും സംസാരിക്കാം. അത് ശരിയായ നടപടിയല്ല. നമ്മുടെ അടുത്തേക്ക് വരുന്ന പെൺകുട്ടികൾ അവർക്ക് മനമര്യാദയ്ക്ക് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കാം. ഇല്ലാച്ചാൽ അവരെ മറ്റു രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഉള്ള ആ അനുവാദം നിങ്ങൾക്കില്ല. അങ്ങനെയൊന്നുണ്ടെങ്കിൽ നിയമപരമായി തന്നെ നേരിടും. കായികപരമായും നിയമപരമായും ഒക്കെ തന്നെ നേരിടും. അത്രയേ ഉള്ളൂ. സ്ത്രീകളെ വെച്ചുള്ള അപരാധം നോ പൊറുക്കൽ ഹേ. ഇവിടുന്ന് അങ്ങനെ ഒരു സപ്പോർട്ട് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ദ റെസ്റ്റ് എനിക്ക് തോന്നുന്നു ഇത് വെറുതെ ഒരു അലിഗേഷൻ ക്രിയേറ്റ് ചെയ്തു, വെറുതെ കുറേ കോമഡി സീൻ ഉണ്ടാക്കി എന്നതിനപ്പുറം ഒന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. തീർച്ചയായിട്ടും അഭിപ്രായം കമൻറ്റിൽ എഴുതിയിരിക്കുക. ചിലർക്കൊക്കെ പണിയാണെന്നറിയാം, ഞാൻ തിരിച്ച് ചാടിക്കടിക്കുക. അങ്ങനെയൊന്നുമില്ല കേട്ടോ. വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ ഇത് പരുവുന്നേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ അഭിപ്രായം തന്നെ പറയണമെന്ന് എനിക്ക് നിർബന്ധമില്ല. നിങ്ങളുടെ അഭിപ്രായം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എത്രത്തോളം എന്നെ മോൾഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഷുഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. പ്ലീസ് കമൻറ്റ് ഇടണം. നന്ദി.